മുഖത്തെയോ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് കറുത്ത പാടുകളൊക്കെ അല്ലെങ്കിൽ ചില മറുകുകളൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ട കുറെ ഉണ്ടാവും. പണ്ടത്തെ ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയിൽ. അതിനിപ്പോൾ ഇന്നത്തെ കാലത്താണ് നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ലേസർ, പിഗ്മെന്റേഷൻ ലേസർ അല്ലെങ്കിൽ ക്യൂസ് ചെൻഡിയാഗ് എന്ന് പറയുന്ന ലേസർ. ഇത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ എഫക്റ്റീവായ രീതിയിൽ നമുക്ക് കുറേയൊക്കെ മുഴുവനായിട്ട് തന്നെ മാറ്റാൻ പറ്റും. പിന്നെ ചില മറുകുകളൊക്കെ നമുക്ക് കുറേയൊക്കെ സ്കിൻ ടോണിലേക്ക് എത്തിക്കാൻ പറ്റും. എന്നാലും ചെറിയ രീതിയിൽ ഒരു റിക്കറൻസിന് സാധ്യത ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ മെയിൻ്റനൻസ് സെഷൻസ് ചെയ്യുകയാണ് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിഗ്മെന്റേഷൻ വല്ലാണ്ട് പ്രോമിനന്റ് അല്ലാതെ, എസ്പെഷ്യലി മുഖത്തൊക്കെ. ലേസർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്, റേഡിയേഷൻ ഉണ്ടാവുമോ, സൈഡ് എഫക്ട് ഉണ്ടാവുമോ എന്നൊക്കെ. അങ്ങനെ ഉണ്ടോ? ലേസർ ശരിക്കും ഒരു ഫോക്കസ് ബീം ഓഫ് ലൈറ്റ് ആണ്, റേഡിയേഷൻ അല്ല. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഇല്ല. ഒരു എക്സ്പേർട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിഗ്മെന്റേഷൻ വേഗം കുറഞ്ഞു വരും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പൊതുവെ ചെയ്യാത്തൊരു വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ പ്രഗ്നന്റ് ലേഡീസോ അല്ലെങ്കിൽ വളരെ തീരെ ചെറിയ കുട്ടികളുമാണ്. ബാക്കി എല്ലാവർക്കും നമുക്ക് മൾട്ടിപ്പിൾ സെഷൻസ് ഒരു പേടിയും ഇല്ലാതെ തന്നെ, സൈഡ് എഫക്റ്റിന്റെ പേടിയൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാവുന്ന സാധനമാണ്.